ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസിപ്പൽ ടൈം സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സുപ്രധാനമായ അറിവ് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ നിലവിലെ ലേണേഴ്സ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ 2025 ആയപ്പോഴേക്കും നമ്മുടെ ലേണേഴ്സ് ടെസ്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ നമുക്ക് 20 ചോദ്യങ്ങളാണ് ലേണേഴ്സ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അതിൽ 12 എണ്ണം നമുക്ക് പാസ്സായാൽ മതി എന്നാണ് നമ്മൾ വിജയിച്ചു. ഓക്കെ, പക്ഷേ ഇനി മുതൽ അങ്ങനെ ആയിരിക്കത്തില്ല. ഇനി മുതൽ ഇതിലെല്ലാം വ്യത്യാസങ്ങളുണ്ടായിരിക്കും കേട്ടോ. ഒന്ന്, ചോദ്യങ്ങളുടെ എണ്ണത്തിൽ തന്നെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന 20 എന്ന് പറയുന്നത് മിക്കവാറും ചോദ്യങ്ങളുടെ എണ്ണം 50 ഉയരുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് കേട്ടോ. 50-ൽ 30 എണ്ണം ശരിയാവുന്ന രീതിയിലോട്ട് മാറും. അതുപോലെ തന്നെ നിലവിലെ നമ്മുടെ ലേണേഴ്സ് ടെസ്റ്റിൽ ഓപ്ഷനുകൾ, അതായത് ഒരു ചോദ്യത്തിന് വരുന്ന ഓപ്ഷനുകൾ 3 എണ്ണമാണ്. അതും മാറുന്നുണ്ട്. അത് 5 എണ്ണമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേത് 3 എണ്ണമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കറക്കി കുത്തിയൊക്കെ ജയിക്കാനായിട്ട് പറ്റും. 5 ഓപ്ഷൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കറക്കി കുത്തൽ നടക്കത്തില്ല. അത്യാവശ്യം പഠിച്ചിട്ട് പോയാൽ മാത്രമേ നമുക്ക് ജയിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, മറ്റൊന്നെന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളുടെ കാഠിന്യം കൂടും. അതായത് ചോദ്യങ്ങളുടെ ശൈലി വരെ മാറുന്ന രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കിപ്പോൾ അത്യാവശ്യം ഓർമ്മശക്തിയൊക്കെ ഉള്ള ഒരാളാണ്, ഒന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന ആളാണെങ്കിൽ ഒരിക്കൽ ഒന്ന് ആ ഒരു ബുക്ക് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, ലേണേഴ്സ് ടെസ്റ്റിൻ്റെ ആ ഒരു ബുക്ക് ഒരിക്കൽ ഒന്ന് വായിച്ചാൽ പോലും ജയിക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇനി മുതൽ അത് നടക്കത്തില്ല. അതിൻ്റെ രീതികളെല്ലാം മാറുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് ആലോചിച്ചാൽ മാത്രമേ നമുക്ക് ഉത്തരങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലോട്ട് പോവുകയാണ്. അതുപോലെ ഇതിനേക്കാളും ഒക്കെ പ്രസക്തമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്കാണ്. നമ്മളിപ്പോൾ PSC ടെസ്റ്റൊക്കെ എഴുതുമ്പോൾ നെഗറ്റീവ് മാർക്ക് വീഴുന്നത് പോലെ ലേണേഴ്സ് ലൈസൻസിൻ്റെ ടെസ്റ്റിനും ഇനി മുതൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മളിനി എന്താണ് കറക്കി കുത്തും ഇനി നടക്കില്ല. ഓക്കെ, എന്നുവെച്ചാൽ ആൻസർ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും, നെഗറ്റീവ് മാർക്കായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ നമ്മുടെ ലേണേഴ്സ് ടെസ്റ്റിൽ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആകാൻ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി മുതൽ അത്യാവശ്യം ഒരു ബോർഡ് നോക്കി മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ വായിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ റോഡ് നിയമങ്ങൾ എല്ലാം എന്താണ് അത്യാവശ്യം പുരോഗമനത്തിലാണ്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. എന്താണ്, അപകടങ്ങൾ ഒഴിവാക്കി നല്ല രീതിയിൽ വളരെ സ്റ്റാൻഡേർഡായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ഗതാഗത രീതികൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള രീതികൾ സ്വീകരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.